1967 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ, മുസ്ലിം ലീഗ് പ്രഥമമായി മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള മന്ത്രിസഭ, തൊപ്പിയിട്ടുകൊണ്ട് മന്ത്രിമാരാകാൻ മുസ്ലിം ലീഗിന് ആദ്യമായി അവസരം ലഭിച്ച മന്ത്രിസഭ. മക്കളെ, അതിന്റെ മുമ്പ് കേരളത്തിൽ ഒരു സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുണ്ട്. ആ സ്പീക്കർ സ്ഥാനം കൊടുക്കുന്ന കാലത്ത് KM സീതി സാഹിബിനെയാണ് സ്പീക്കറായിട്ട് മുസ്ലിം ലീഗ് നാമനിർദ്ദേശം ചെയ്തത്. ആ സ്പീക്കർക്ക് തൊപ്പി ധരിക്കാൻ പാടില്ല, തൊപ്പി ഇടാതിരിക്കും, എന്നാലേ സ്പീക്കർ സ്ഥാനം കൊടുക്കുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ വാശി എന്നുണ്ടായത്. ആ അനുഭവം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ കൂട്ടിച്ചേർന്ന് മുസ്ലിം ലീഗ് വന്ന ആ സമയത്താണ് 2 തൊപ്പിയിട്ട മന്ത്രിമാർ മുസ്ലിം ലീഗിന്. അത് മർഹൂം CH മുഹമ്മദ് കോയ, മർഹൂം അഹമ്മദ് കുരിക്കൾ, ബാബു കുരിക്കൾ എന്ന് നമ്മൾ പറയുന്ന മഞ്ചേരത്ത് കുരിക്കൾ. ഈ 2 പേരും തൊപ്പിയിട്ട ആൾക്കാരാണ്. അവർ സ്ഥിരമായി തൊപ്പിടുന്നവരുമാണ്, നിസ്കരിക്കുമ്പോൾ ഒക്കെ തൊപ്പിടുന്നവരാണ്. ഈ 2 പേരും നോക്കുന്ന ആ മന്ത്രിസഭയുടെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള വിവാദം നടക്കുന്നത്. ഇപ്പൊ ഈ സന്ദർഭത്തിൽ അതിനൊരു 2ാം സ്ഥാനമുണ്ട്. കാരണം മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നുള്ളൊരു ആവശ്യം കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പറയണം, ഇപ്പോഴത്തെ മാതിരിയല്ല, ഇപ്പൊ നഗ്നമായിട്ട് എതിർക്കാൻ ആരുമില്ല. അന്ന് മലപ്പുറം ജില്ല എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ നുസ്രത്തുൽ ആലമിൽ എഴുതുന്ന കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വളരെ വലിയ ബഹളം സൃഷ്ടിച്ച് തടസ്സവാദം ഉന്നയിക്കുകയും വിവാദം സൃഷ്ടിക്കുകയും ചെയ്ത കാലമാണ്. ഒന്ന് ജനസംഘം, നമുക്കറിയാലോ, ഇന്നത്തെ BJPന്റെ മാതൃസംഘം ജനസംഘം. മറ്റേത് വലിയ ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര പാർട്ടിയല്ല, കോൺഗ്രസിന്റെ ഈ കേരളത്തിലെ ഘടകം കേളപ്പജിന്റെ നേതൃത്വത്തിൽ, കേളപ്പറ്റൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സമരമാണെന്ന് മലപ്പുറം ജില്ലക്കെതിരെ നടക്കുന്നത്. ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു പല പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. സാമുദായിക പ്രശ്നങ്ങൾ ഏതായാലും വരുമല്ലോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തെ ശരിയായി നേരിടാൻ അവഗാഹമുള്ള, ചിന്താശേഷിയുള്ള, അറിവുള്ള, പരിചയസമ്പത്തുള്ള ആളുകൾ തന്നെ വേണം. അതുകൊണ്ട് മറുവശത്തുള്ള വലിയ രാഷ്ട്രീയ നായകന്മാരും ഉന്നതന്മാരും മലപ്പുറം ജില്ല വന്നാലുണ്ടാകുന്ന ദൂഷ്യങ്ങളും, രാഷ്ട്രീയ ദൂഷ്യങ്ങളും, സാമൂഹിക ദൂഷ്യങ്ങളും, സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ മലപ്പുറം ജില്ല രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ വാദങ്ങളുടെയും മുനയെടുക്കുന്ന തരത്തിലുള്ള അതിന്റെ ഖണ്ഡനവുമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ സദഖത്തുള്ള മുസ്ലിം, പേര് പറഞ്ഞാലല്ലാതെ ചിലർക്കൊന്നും അറിയില്ല, കാരണം ഓർക്കുന്നു, ആ ബഹുമാനപ്പെട്ടവർ എഴുതുന്നത് മലപ്പുറം ജില്ല എന്നുള്ള ലേഖനം 2, 3, 4, 5 ലക്കങ്ങളിലാണ് ഇത് എഴുതുന്നത്. അതാണ് തുടക്കം. ആ തുടക്കമായപ്പോഴേക്ക് 3ാമത്തെ ലക്കത്തിലെത്തുമ്പോൾ മലപ്പുറം ജില്ലക്ക് സ്വാഗതം എന്നാണ് ബഹുമാനപ്പെട്ട് എഴുതുന്നത്. മലപ്പുറം ജില്ലക്ക് സ്വാഗതം എന്ന്. കാരണം അപ്പോഴേക്ക് മലപ്പുറം ജില്ല പ്രഖ്യാപിക്കപ്പെട്ടു, തീരുമാനിക്കപ്പെട്ടു.